ഇങ്ങനൊരു വേദിയിൽ ഇത്രയും മീഡിയയെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അതൊരു ഞാൻ അഭിനയിച്ചൊരു സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാവണമെന്ന് ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ്. പക്ഷേ ഈ കേരളത്തിൻ്റെ ചില വൃത്തികേടുകൾ പറയാനാണ് നിയോഗമായത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു ന്യൂസ് 18 എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലിൽ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ട് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ. ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ വിക്റ്റിമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ നിന്ന് പണം പറ്റുക അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനല്ല വരുന്നത്. ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, താങ്കൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരാൾ അനുഭവം ഇല്ല എന്ന് പറയോ ഉണ്ടെന്ന് പറയോ, ഉറപ്പായിട്ടും നമ്മൾ ഉണ്ടെന്ന് പറയും. അപ്പോൾ 2013 റിലീസായ ഒരു പടത്തിൽ നിന്നും സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൗട്ട് കൺസെൻറ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലെല്ലാം എന്തായിരുന്നു നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് ആക്ച്വലി ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ അനുഭവം. ഇപ്പം കുറേ ആളുകൾ, അതായത് അതിൽ വലിയ നടിയോ ചെറിയ നടിയൊന്നുമില്ല, എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായാലും ഒരേപോലെയാണ്. അതിന് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ്. അവർ നേരെയുള്ള അട്രോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അത് പെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. പക്ഷേ മീഡിയാസ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സോണിയ മൽഹാറിനും തൊടുപുഴയുള്ള ഒരു സൂപ്പർ താരത്തിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം കിട്ടി. നമ്മുടെ പ്രേം ചാനലെല്ലാം മര്യാദയ്ക്ക് ആ വാർത്ത കൊടുത്തപ്പോൾ യൂട്യൂബേഴ്സ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ അതിനെ വേറൊരു ടോക്കിലേക്ക് കൊണ്ടുവന്ന് സോണിയ മൽഹാർ ഉത്തരം പറയണം, കാരണം അവർ ഫെയിമിന് വേണ്ടി അവർ കള്ളിയാണ്, അവർ ഫേക്കാണ്, ഒരു സൂപ്പർ താരത്തിനെ പിടിച്ച് ഇതിനകത്ത് വെക്കുന്നു, പിന്നെ ഇപ്പോൾ കിട്ടിയൊരു, അതായത് ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അതേപോലെ 2 കോടി രൂപ മേടിച്ച് ഈ കേസ് ഒത്തീർപ്പാക്കുന്നു, ഞാൻ പേര് പറയുന്നില്ല, ഇങ്ങനെ തുടങ്ങി പല മാധ്യമങ്ങളും പിന്നീട് ന്യൂസ് 18 തുടങ്ങി വെച്ച സാധനം എല്ലാ നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസിലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് യാഥാർത്ഥ്യം. അത് എന്തുകൊണ്ട് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ എൻ്റെ കണ്ണി കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ്. ആക്ച്വലി 2008, 2009 കാലം മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത്. ആ ഫീൽഡിൽ അപ്പോഴും മുതലേ ഉണ്ട്. അപ്പം പല അനുഭവങ്ങളും, പിന്നെ എൻ്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട്. പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട്, അത് പച്ചയ്ക്ക് തന്നെ മുഖത്ത് നോക്കി ഏത് വലിയവനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെയുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടയില്ല. അപ്പം എനിക്ക് കംഫർട്ടാവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാം മാലാഖമാരാണോ? അങ്ങനെയല്ല. നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല. എനിക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ കുറേ എനിമീസ് പൂർണ്ണമായി എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എന്താണ്, നമ്മൾ ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ, അതായത് പുതിയ സംവിധായകർ വരും, അവരിൽ ഒരു കഥയുണ്ടാവും, വലിയ നടികളെ പോയി കാണും, അവർ പുതിയ ആളായതുകൊണ്ട് ഡേറ്റ് കൊടുക്കത്തില്ല, പ്രൊഡക്ഷൻ വരത്തില്ല, പൈസ കുറവായിരിക്കും, അപ്പോൾ അന്വേഷിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ആരായിരിക്കും, അങ്ങനെയൊക്കെ നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത്. കാറ്റ് പറഞ്ഞ കഥയെന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത്. ആ സിനിമ പക്ഷേ റിലീസായിട്ടില്ല. അത് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല, ആ ഇൻഡസ്ട്രി അതിനകത്ത് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമ അങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ പടങ്ങളിങ്ങനെ അഭിനേത്രി, വല, മരംകൊത്തി സെക്കൻഡ് ഹീറോയിനാണ്. ബാക്കി ഈ പറയുന്ന പേരുകളൊക്കെ മെയിൻ ലീഡ് റോളുകളാണ്. സ്ത്രീ, നിദ്രാടനം, നീരവം, അത് അങ്ങനെ കിഡ്നി ബിരിയാണി, അനിൽ പനച്ചൂരാൻ്റെ വൈഫായിട്ട് അങ്ങനത്തെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ, എല്ലാവരും ചോദിക്കും ഇത്രയും പടം ചെയ്തിട്ട് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല. ശരിയാണ്. എൻ്റെ 1-2 സിനിമ, സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സേട്ടൻ അതിനകത്തൊരു വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്യുന്ന ചെറിയൊരു പടമാണ്. ആ പടം എനിക്ക് തോന്നുന്നു 10-12 ഇൻ്റർനാഷണൽ അവാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്തൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണ് എന്ന് പറയേണ്ട ഒരിതാണ്. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് നട്ടെല്ല് നിവർത്തി നിന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഭയങ്കര ഇതിൽ കിട്ടി നിങ്ങൾ കോടീശ്വരി ആണോ എന്ന് ചോദിച്ചാൽ
ചിലതിലൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും. ഇപ്പോൾ ഒരു സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ടിട്ട് ഓക്കെ ഇത് നമുക്ക് പറ്റും, അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് ചോദിക്കും. കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അവർ പറയില്ല, ഒരു പ്രശ്നമില്ല. ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും, പ്രശ്നമില്ല. ഒരേ ഒരു പടത്തിൽ മാത്രമാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഗവർണറുടെ ഓഫീസിൽ 2 വർഷം മുന്നേ ജോലി ചെയ്തിരുന്നാണ്, റിസൈൻ ചെയ്തു പോയി. ഇവിടുത്തെ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ കണ്ടിരുന്നു ഞാൻ. അത് നല്ല കാര്യം, അതാരായാലും അവർക്ക് കൺഗ്രാജുലേഷൻ. അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ കാര്യമായിട്ട് പറഞ്ഞത് അത് അവിടെ ചോദിച്ചു, ചാനലാന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല, പരാതി വന്നാൽ ഞാൻ അതിൽ പരിഹരിക്കും. പക്ഷേ 2 വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാർ പറയുന്നുണ്ട്. ശരിയാണ്, അയാൾ അവിടെ നിന്ന് 2 വർഷം മുമ്പ് വിട്ടുപോയി. ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നുമല്ല. എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളൂ, ഞാൻ ആർക്കും കൊടുക്കാനില്ല. പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ, എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് 3 ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു. അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും, ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല.